ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് നാളെ നടക്കാനിരിക്കുന്നു. റിലയൻസിൻ്റെ 47ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള അല്ലെങ്കിൽ 20 ലക്ഷം കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനി എന്ന നിലയിലും പുതിയ എല്ലാ മേഖലകളിലും പ്രവർത്തന സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ റിലയൻസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനും ആ ഒരു മീറ്റിങ്ങിൽ വരുന്ന പ്രസ്താവനകൾക്കും അതിൽ വരുന്ന അനൗൺസ്മെൻറ്റുകൾക്കും മാർക്കറ്റ് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ഇനി നാളെ റിലയൻസിൻ്റെ AGMോട് കൂടി മാർക്കറ്റിന് എന്ത് സംഭവിക്കും എന്ന് കരുതുന്ന അനലിസ്റ്റുകളുമുണ്ട്. അതായത് നാളെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റിൻ്റെ ഗതി തന്നെ മാറ്റി വിട്ടേക്കാം. നല്ല രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും റാലി തുടരും, അത് റിലയൻസ് ലീഡ് ചെയ്യും. അതേസമയം മാർക്കറ്റിൽ കറക്ഷൻസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനൊടുത്ത് അല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള സാധ്യത, അതിൽ റിലയൻസിനുള്ള പങ്ക്, ഇതൊക്കെ തന്നെ ചർച്ച ആവുന്ന സമയമാണ്. അതുകൊണ്ടാണ് റിലയൻസിൻ്റെ AGMുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 47ാമത് റിലയൻസിൻ്റെ 47ാമത് AGM ആണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ 2 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ടൈം. അപ്പോൾ 35 ലക്ഷത്തോളം വരുന്ന ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകളെ മുകേഷ് അംബാനി അഡ്രസ്സ് ചെയ്യും. അപ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അനൗൺസ്മെൻറ്റ് നടത്താൻ പോകുന്നത്. റിലയൻസിന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് 17% റിട്ടേൺ സെൻസെക്സിനെ അപേക്ഷിച്ച് റിലയൻസ് ഈ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു സമയത്ത് പല ബ്രോക്കിംഗ് ഫേമുകളും ഈ AGMനോടനുബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി അടക്കമുള്ള ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ഓവർ വെയ്റ്റ് ടാർഗറ്റിലേക്ക് കൊണ്ടുവരികയും 3400 മുകളിൽ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈം ലൈറ്റിൽ എന്താണ് ഓഹരി ഉടമകൾ എന്ന നിലയിൽ റിലയൻസിൻ്റെ 35 ലക്ഷം ഓഹരി ഉടമകൾ പ്രതീക്ഷിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളായിരിക്കും മാർക്കറ്റിനെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് പുറമെ ഈ വർഷമാണ് 20 ലക്ഷം കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിച്ച് നിൽക്കുന്നതാണ് റിലയൻസ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ റിലയൻസിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് റിലയൻസ് ജിയോ തന്നെയാണ്. അപ്പോൾ ടെലികോം സെക്ടറിലാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5G റോൾ ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് ജിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിലയൻസിൻ്റെ അടുത്ത നെക്സ്റ്റ് ബാരൽ അല്ലെങ്കിൽ അടുത്ത ഫയറിംഗ് സിലിണ്ടർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജിയോ ഓൾറെഡി ഫയർ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത രണ്ട് സിലിണ്ടറുകൾ റെഡിയായി കഴിഞ്ഞു. അതിൽ ഒന്ന് റിലയൻസ് റീറ്റെയിലും ഒന്ന് റിലയൻസ് എനർജിയുമാണ്. അപ്പോൾ പലതരത്തിലുള്ള വിശകലനങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു റിലയൻസ് ജിയോ ഓൾറെഡി 5G റോൾ ഔട്ടൊക്കെ കഴിഞ്ഞ് മോണറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡീമർജറൊക്കെ പ്രഖ്യാപിക്കും. ഇപ്പോൾ നമ്മൾ ജിയോ ഫിനാൻസൊക്കെ ഡീമർജ് ചെയ്ത് പോയതുപോലെ ഈ ഒരു റിലയൻസ് ജിയോയുടെ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 സിലിണ്ടറുകൾ ജിയോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇനി റിലയൻസ് റീറ്റെയിലും അതുപോലെ തന്നെ റിലയൻസ് എനർജിയും വളരെ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്നു. ഇവരുടെ ഡീമർജറോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റ് വളരെയേറെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ റിലയൻസിൻ്റെ ട്രഡീഷണൽ ബിസിനസ് ആയിട്ടുള്ള ഓയിൽ ടു കെമിക്കൽ ബിസിനസ് എന്ന് പറയുന്ന O2C ബിസിനസ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പോകാനുള്ള സാധ്യതകളാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. ഏകദേശം ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ടെലികോമും റീറ്റെയിലും ഒക്കെ തന്നെയായിരിക്കും മേജർ കോൺട്രിബ്യൂഷൻ നടത്താൻ പോകുന്നത് റിലയൻസിൽ എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. അതുപോലെ തന്നെ ഓവറോൾ ഒരു 20% ഏർണിംഗ് പെർ ഷെയർ ആണ് വരുന്ന വർഷങ്ങളിൽ റിലയൻസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ്. അതുപോലെ ഈ വരുന്ന ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ഒരു പ്രോഫിറ്റ് ഗ്രോത്തോടു കൂടി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നു. പുതിയ ജനറേഷൻ ബിസിനസ്സുകൾ, അതായത് റീറ്റെയിൽ ബിസിനസ്സും ടെലികോം ബിസിനസ്സും എനർജി ബിസിനസ്സും ഒക്കെ തന്നെ മുന്നോട്ട് നയിക്കാനാണ് റിലയൻസിന് സാധ്യത എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ റിലയൻസിൻ്റെ AGMൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റും IPO ആണ്. കാരണം 2019 മുതൽ 2019 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ മുതൽ മുകേഷ് അംബാനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ കൺസ്യൂമർ ഫേസിങ് ബിസിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്യൂമറിനെ നേരിട്ട് ഫേസ് ചെയ്യുന്ന 2 ബിസിനസ്സുകളാണ് റിലയൻസിനുള്ളത്. അതൊന്ന് ടെലികോമും അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ജിയോ മീൻസ് റീറ്റെയിലും ജിയോ ആണ്. അപ്പോൾ ആ 2 ബിസിനസ്സുകളുടെ ഡീമർജറുകൾ ഉണ്ടാകും. അടുത്ത 5 വർഷത്തോടു കൂടി ഇവയെ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ജിയോയുടെ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം 2019 കഴിഞ്ഞിപ്പോൾ 2024 ആയിരിക്കുന്നു. 5 വർഷം കൊണ്ട് ഏകദേശം ലിസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ട് ജെഫ്രിയുടെ ഒരു റിസർച്ച് റിപ്പോർട്ടും ഈ അടുത്ത് വരികയുണ്ടായി. ജെഫ്രി പറയുന്നത്
ജിയോ ഈ വർഷം തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഏകദേശം $112 ബില്യൺ വാല്യുവേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും ജിയോയെ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സുകളിൽ പ്രത്യേകിച്ചും അതേപോലുള്ള സ്റ്റാറ്റസുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സുകളിലെ സ്റ്റേക്ക് സെയിൽ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളും ട്രഡീഷണൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള സെയിൽ വാർത്തകളും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിലെ സ്റ്റേക്ക് സെയിൽ, അതുപോലെ തന്നെ ജിയോയുടെ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതും ജെഫ്രിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു, $112 ബില്യൺ വാല്യുവേഷൻ എന്നൊക്കെ പറയുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് റിലയൻസിൻ്റെ പുതിയ കാൽവെപ്പായിട്ടുള്ള എനർജി ബിസിനസ്സുകളിലാണ്. അപ്പോൾ എനർജി ബിസിനസ്സിൽ ഓൾറെഡി നമുക്കറിയാം ഒരു വലിയൊരു ഒരു ഗ്രീൻ എനർജി കോംപ്ലക്സ് തന്നെ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി പാക്കിനെ അവർ ജാംനഗറിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജിഗ ഫാക്ടറികൾ, സോളാർ PV മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ എനർജി സ്റ്റോറേജ്, ഇലക്ട്രോലൈസർ, ഫ്യൂവൽ സെൽസ്, പവർ ഇലക്ട്രോണിക്സ്, ഇങ്ങനെ പല മേഖലകളിൽ പവർ ബിസിനസ്സിൽ അല്ലെങ്കിൽ എനർജി ബിസിനസ്സിൽ റിലയൻസ് കൈവച്ചിട്ടുണ്ട്. ഇതിൽ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് 10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് 3 വർഷം കൊണ്ട് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലേശം 3 ബില്യണോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ടാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എനർജി ബിസിനസ്സിൽ റിലയൻസിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? കാരണം എല്ലാ കമ്പനികളും, മേജർ ഗ്രൂപ്പുകളൊക്കെ തന്നെ എനർജി ബിസിനസ്സുകളും ഡാറ്റാ സ്റ്റോറേജ്, ഡാറ്റാ സെൻറ്റർ പോലുള്ള ബിസിനസ്സുകളിലേക്ക് ഓൾറെഡി കൈവച്ച് കഴിഞ്ഞു. അപ്പോൾ റിലയൻസും അതിൻ്റെ രീതിയിൽ വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പുതിയ എഡിഷൻ എന്താണ്, ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണ്, റവന്യൂ വിസിബിലിറ്റി എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൻ്റെ അപ്ഡേറ്റ്സ് മാർക്കറ്റ് വളരെ പ്രതീക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ചും റിന്യൂവബിൾ എനർജി അടക്കമുള്ള സെഗ്മെൻറ്റുകളിൽ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട അഡീഷൻസും പുതിയ അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റ് റിലയൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ജിയോയുമായിട്ട് ബന്ധപ്പെട്ട 5G മോണറ്റൈസേഷൻ തന്നെയാണ്. 5G ഓൾറെഡി 5Gയുമായിട്ട് ബന്ധപ്പെട്ട കാപെക്സ് ഒക്കെ അവർ നടത്തി കഴിഞ്ഞു. നല്ല രീതിയിൽ 5G ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 5Gയെ ഡീമർജർ ചെയ്ത് മാറി നിൽക്കുമെന്നുള്ള മറ്റൊരു അനൗൺസ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വാല്യൂ എഡീഷൻ സർവീസസ്, നമുക്കറിയാം ഇൻ്റർനെറ്റും മറ്റും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി അവർ പലതും ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ജിയോയുടെ ഡിജിറ്റൽ ക്യാൻവാസിൽ. അപ്പോൾ എന്തൊക്കെ പുതിയ തരത്തിലുള്ള സർവീസുകളും ഇൻ്റർനെറ്റ് സർവീസുകളും അങ്ങനെയുള്ള എന്തൊക്കെ അഡീഷൻസാണ് ആ ഒരു മേഖലയിൽ റിലയൻസ് നടത്താൻ പോകുന്നതെന്നുള്ളതും വളരെ പ്രാധാന്യത്തോടുകൂടി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് റിലയൻസിൻ്റെ ബന്ധപ്പെട്ട അടുത്ത തലമുറ മാറ്റമാണ്. 2022 AGMൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത 5 വർഷത്തേക്ക് ചെയർമാനായിട്ട് മുകേഷ് അംബാനി തന്നെ തുടരുമെന്നും, അതേസമയം ഇഷ അംബാനിക്ക് റീറ്റെയിൽ ബിസിനസ് നോക്കാനുള്ള അധികാരവും ആകാശ് അംബാനിക്ക് ജിയോമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നോക്കാനും, അനന്തായിരിക്കും എനർജി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇദ്ദേഹം 5 വർഷം ഇനി ചെയർമാനായിട്ട് തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടാകുമോ, റിലയൻസ് അല്ലെങ്കിൽ മുകേഷ് അംബാനിയുമായിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പ് പൊസിഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ലീഡർഷിപ്പിൽ എന്തെങ്കിലും വരികയോ അതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റമൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വളരെ രീതിയിൽ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മുകേഷ് അംബാനിയിലാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് റിലയൻസ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരിൽ പ്രതീക്ഷയില്ല എന്നല്ല, പക്ഷേ ഒരു അടുത്ത തലമുറ മാറ്റം വളരെ പെട്ടെന്നായി പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്താനുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും റിലയൻസ് പോലുള്ളൊരു കമ്പനി ആകുന്ന സമയത്ത് ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് എന്ന നിലയിൽ വളരെ പ്രധാനമായിട്ട് മാർക്കറ്റ് കാണുന്ന ഒന്നാണ്. ആലോചിച്ച് നോക്കുക, നാളത്തെ ഒരു മാർക്കറ്റ് മൊമെൻറ്റ് പോലും 2 മണിക്ക് ശേഷം ചിലപ്പോൾ ഈ അനൗൺസ്മെൻറ്റുകളെയും അപേക്ഷിച്ചായിരിക്കും നിൽക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തത്. സോ റിലയൻസിൻ്റെ AGM നാളെ 2 മണിക്ക് ശേഷം ആയിരിക്കും. അത് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും ന്യൂസുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് വർക്ക്സിനും സ്റ്റോക്സ് പിക്സിനും റിസർച്ച് നോട്ട്സിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.